മലയാളം ബിഗ് ബോസ് സീസൺ 7 ഏഷ്യാനെറ്റ് ഇന്ന് ഒരു എവിക്ഷൻ പ്രക്രിയയുടെ പ്രോമോ പുറത്തുവിട്ടിരുന്നു. ആ പ്രോമോയിൽ ലാലേട്ടൻ നൂറയോടും അനുമോളോടും ദേഷ്യപ്പെട്ട് ഷോയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇന്നലത്തെ എപ്പിസോഡിലും, അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിലും ലാലേട്ടൻ ചെറിയ രീതിക്ക് നമ്മുടെ അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്. ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് ആൻസർ അനുമോള് പറയുന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞ് അനുമോളെ ഇരുത്തിയതിന് ശേഷം ലാലേട്ടൻ്റെ അനുവാദമില്ലാതെ വീണ്ടും അനുമോള് ഒരു ഉത്തരം പറയുന്നു. അതേ തുടർന്നും ചെറിയ രീതിക്ക് അനുമോളോട് ദേഷ്യപ്പെടുന്നു. അതും കൂടി കണ്ടപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ലാലേട്ടന് ജിസേലിനെ ഇഷ്ടമാണ്. ജിസേല് എന്ത് ചെയ്താലും ലാലേട്ടൻ അത് ക്യൂട്ട്നെസ് ആണ്. എന്നാൽ അനുമോളോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന്. അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോള് ഒരു സെൻസിറ്റീവ് പേഴ്സൺ ആയിരുന്നു. തൊട്ടാൽ കരയുന്ന ഒരു പ്രകൃതമായിരുന്നു അനുമോളുടേത്. അത് വെച്ച് നോക്കുമ്പോൾ അനുമോൾ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്. ഇമോഷൻസൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. ആ ഒരു കുട്ടിക്കളിയും കുട്ടിത്വം ഒക്കെ മാറി തുടങ്ങി. അനുമോൾക്ക് ബിഗ് ബോസിൽ വന്നപ്പോൾ സംഭവിച്ച ഏറ്റവും നല്ലൊരു മാറ്റമാണ് അത്. അനുമോൾ ഇപ്പോൾ ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ കളിക്കുന്നത്. പിന്നെ വഴക്കെങ്കിൽ വഴക്ക് അനുമോള് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിൻ്റെയും പ്രോമോയിൽ വരാറുണ്ട്. ആ പ്രോമോയ്ക്കൊക്കെ നല്ല റീച്ചും ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ ഏഷ്യാനെറ്റ് റീച്ചിന് വേണ്ടിയും അനുമോളെ ഉപയോഗിക്കാമല്ലോ. ചിലർ പറയുന്നത്, അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് പറയുന്നത് അനുമോൾക്ക് ഈ മാറ്റം വന്നത് ഷിയാസ് വന്ന് പോയതിന് ശേഷമാണ്, ഷിയാസ് പ്ലാച്ചീനെ പുറത്ത് എറിഞ്ഞതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ അനുമോൾ സ്ട്രോങ് ആയി തുടങ്ങിയിരുന്നു. ഷിയാസ് വന്നപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയതാവാം. അനുമോള് നല്ല രീതിയിൽ അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ലാലേട്ടൻ അനുമോളോട് സംസാരിക്കാറുണ്ട്. അത് ചിലപ്പോൾ വഴക്കാകാം, അതല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാവാം. പക്ഷേ അനുമോളുടെ അത്രയും പോലും ശ്രദ്ധിക്കാത്ത, അതായത് ലാലേട്ടൻ ശ്രദ്ധിക്കാത്ത പല കണ്ടസ്റ്റൻസുകളും അവിടെയുണ്ട്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നാണ് ഒരു തെറ്റ് സംഭവിച്ചത്. അപ്പോൾ ലക്ഷ്മിനെയും ലാലേട്ടൻ വഴക്ക് പറഞ്ഞിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും വഴക്ക് ലഭിക്കുന്നതിലൂടെ അനുമോള് കുറച്ചും കൂടി സ്ട്രോങ് ആയി വരികയാണെന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് ആണ് അനുമോള്. എന്തിനു വേറെ ഈ സീസൺ 7 കപ്പടിക്കാൻ പോലും സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോള്. പിന്നെ ലാലേട്ടന് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇവിടെ ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം തന്നെയാണ്. ബിഗ് ബോസിന് ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും വളരെ വ്യക്തമായി അറിയാം. ബിഗ് ബോസിന് ഓരോരുത്തരെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. അതനുസരിച്ച് മോഹൻലാലിലൂടെ കളിക്കുന്നത് ബിഗ് ബോസ് ആണ്. ലാലേട്ടനോട് ചിലപ്പോൾ വഴക്ക് പറയും, ലാലേട്ടൻ പറയും. അതല്ലാതെ പേഴ്സണലായിട്ട് ലാലേട്ടന് അനുമോളോടൊരു ദേഷ്യമുണ്ടെന്നോ അല്ലെങ്കിൽ ജിസേലിനോടൊരു സ്നേഹമുണ്ടെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാ സീസണിലും ലാലേട്ടൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഇതുപോലെ വഴക്ക് പറയുന്ന ഒരു വ്യക്തിയും ഉണ്ടാവും. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെ ജാസ്മിനെ മിക്ക തവണയും വഴക്ക് കിട്ടുമായിരുന്നു ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും. അതുപോലെ തന്നെ നോറയോട് ഒരു സ്നേഹം ഉള്ളതുപോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഈ സീസണിൽ അങ്ങനെ എപ്പോഴും സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബിന്നിയോട് എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ അനീഷിനോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നത് അനുമോളോടാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കളിയാണ്, അല്ലാതെ ലാലേട്ടനല്ല. അങ്ങനെ എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കിട്ടുന്നതിലൂടെ അനുമോൾക്ക് നല്ല സപ്പോർട്ടും ഫാൻസും ഒക്കെ കൂടി വരുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും നമ്മുടെ അനുമോളെ തളർത്താൻ സാധിക്കില്ല. നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയി അനുമോള് വരും. അങ്ങനെ 100 days അനുമോൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കട്ടെ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.